സംസ്ഥാനത്ത് കാലവർഷം സജീവമായി തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലകളിലും എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ടാണ് വയനാട്, കോഴിക്കോട് ഈ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലൊക്കെ കൃത്യമായ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. മറ്റ് 12 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഈ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ള ഈ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയും മലയോര മേഖലയിൽ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ പല ജില്ലകളിലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശത്തും ജാഗ്രത കൃത്യമായി തന്നെ തുടരണം. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത മേഖലയിൽ താമസിക്കുന്നവരൊക്കെ ശ്രദ്ധ വേണം. ശക്തമായ കാറ്റിനൊക്കെ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ്.